വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു മിൽക്ക് ഷേക്കാണ്. ഈ മിൽക്ക് ഷേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ക്യാരറ്റ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഇത് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു സ്ഥലത്തു നിന്ന് കഴിച്ചു. അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ് മോക്ടെയിൽ മിൽക്ക് ഷേക്ക്. ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് കാണാം. ആദ്യം നമുക്ക് വേണ്ട ക്യാരറ്റ്സ്. ഞാൻ എടുത്തേക്കുന്ന 200 ഗ്രാം ക്യാരറ്റാണ്. 3 മീഡിയം സൈസ് ക്യാരറ്റ്സ് എൻ്റെ സ്കിൻ കളറിന് ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്തെടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് ബോയിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. ആ വെള്ളം മൊത്തം പറ്റിക്കുന്ന വരെ കുക്ക് ചെയ്തെടുത്തു. ഓക്കെ, ഇപ്പം നല്ല സോഫ്റ്റാണ്, ക്യാരറ്റ് നല്ല സോഫ്റ്റാണ്. ആ രീതിയിൽ കുക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 കപ്പ് ഹീപ്ഡായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് മസ്ക് മെലൺ അല്ലെങ്കിൽ ഷമാം. അത് ഒരു 100 ഗ്രാം ഉണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് വരും, 1/2 കപ്പ് ഹീപ്ഡായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത് പപ്പായ ഇതുപോലെ 100 ഗ്രാം എടുത്തേക്കുന്നത് 1/2 കപ്പ് ഹീപ്ഡായിട്ട് മെഷർ ചെയ്യുമ്പോൾ. പിന്നെ ഷുഗർ ആവശ്യത്തിന്, പിന്നെ കുറച്ച് കോൺഫ്ലേക്സ്, റേസിൻസ്, നട്ട്സൊക്കെ. നട്ട്സ് മാത്രമേ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. അത്രയും സാധനങ്ങൾ കൂടാതെ 1/2 ലിറ്റർ പാല്. പാലെടുക്കുമ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള മിൽക്ക് ഉപയോഗിക്കുക, ഒത്തിരി ലിക്വിഡായിട്ടല്ല. ഫ്രീസറിൽ വെച്ചൊരു 8 മണിക്കൂർ ഒരു സെമി സെറ്റ് ആകുന്നൊരു പരുവത്തിൽ എടുക്കുക. ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും ഈ ജാറിലിടാം. ഇവിടെ എടുത്തേക്കുന്ന ക്യാരറ്റ്സ് 200 ഗ്രാംസ്, 1 കപ്പ് ഹീപ്ഡായിട്ട് വരും കേട്ടോ. വേവിച്ച ക്യാരറ്റാണ്. മസ്ക് മെലൺ 100 ഗ്രാം, ഒരു ചെറിയ കഷ്ണം. 1/2 കപ്പ് ഹീപ്ഡായിട്ടുണ്ടാവും ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ. പപ്പായ 1/2 കപ്പ് നിറച്ച്. ഇതിലേക്ക് ഷുഗർ 2 to 3 ടേബിൾ സ്പൂൺ ഇടാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ആദ്യം പാല് ചേർക്കാതെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് പാല് ചേർക്കാം. 1/2 ലിറ്റർ മിൽക്ക്, ചേർത്ത് നന്നായിട്ട് സ്മൂത്തായിട്ട് ആക്കിയെടുക്കാം. അതിൻ്റെ കളർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല അപ്പീലിംഗ് കളറാണ്. നല്ലൊരു കളറ്, നല്ല ടേസ്റ്റിയുമാണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആയത്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലേക്സ്, പിന്നെ കുറച്ച് നട്ട്സ് മാത്രം ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് റേസിൻസ്. ഇത് ആദ്യം കുറച്ച് ബേസിലിടാം. ഇതിലേക്ക് ഒഴിക്കുക. വീണ്ടും കുറച്ചിടാം. ഇച്ചിരി നന്നായിട്ട് വേണം. ഇതിങ്ങനെ സെർവ് ചെയ്യുക. ഒരു സ്പൂണും സ്ട്രോ ഇട്ട് ഇതുപോലെ തന്നെ സെർവ് ചെയ്യുക. ഇപ്പോൾ ഈ എളുപ്പത്തിൽ നമ്മൾ ഈ ഷേക്ക് ഉണ്ടാക്കിയില്ലേ, ഇത് നല്ല റിഫ്രഷിംഗ് ആണ്. നല്ല ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു മിൽക്ക് ഷേക്ക് ആയത്. പിന്നെ അത് ഫ്രൂട്ട്സും ക്യാരറ്റ്സിൻ്റെ ഗുണവും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് നല്ലൊരു ഹെൽത്തിയർ ഓപ്ഷനാണ്. ഷുഗർ വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹണി വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഇതൊരു ഹെൽത്തി ഡ്രിങ്കും ആക്കാം. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.